നമ്മോടൊപ്പം ഇപ്പോൾ ഇവിടെ ഉള്ളത് മലമ്പുഴയിലെ UDF സ്ഥാനാർത്ഥി സുരേഷാണ്. സുരേഷിന് ഒരു മുഖവരയുടെ ആവശ്യമില്ല. VS അച്യുതാനന്ദൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴൊക്കെ ഒരു സന്തത സഹചാരിയായി ഒപ്പം ഒരു നിഴൽ പോലെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. അടുത്ത നാളുകളാണ് CPM വിട്ട് കോൺഗ്രസിലേക്ക് ചേക്കേറിയത്. ഇപ്പോൾ മലമ്പുഴയിലെ ഒരു UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. അതോടൊപ്പം ഇന്നിപ്പോൾ പാലക്കാട് നഗരത്തിൽ ഒരാവശ്യമായി എത്തിയതാണ്. എങ്ങനെയുണ്ട് മലമ്പുഴ എന്ന് പറയുന്നത്? പലപ്പോഴും വളരെ പരിചിതമുള്ളൊരു മണ്ഡലം കൂടിയാണ്. VSൻ്റെ കൂടെ എപ്പോഴും മണ്ഡലത്തിൽ പോവുകയും അവിടുത്തെ ആളുകളൊക്കെ വലിയ ബന്ധമുണ്ട്. ഒരു ഇടതുപക്ഷ കോട്ട എന്നൊക്കെയാണ് മലമ്പുഴയെ പറയപ്പെടുന്നത്. ഒരു കോട്ടയും ശാശ്വതമല്ല. എല്ലാ കോട്ടകൊത്തളങ്ങളും പൊളിച്ചടുക്കിയിട്ടാണ് എല്ലാ പ്രസ്ഥാനങ്ങളും വളർന്നിരിക്കുന്നത്. കോട്ട എന്ന് പറയുന്ന സങ്കല്പം തന്നെ പൗരാണിക സങ്കല്പമാണ്. മലമ്പുഴ ഇത്തവണ UDF കൈപിടിക്കും. ചരിത്രത്തിൽ ആദ്യമായി UDFന് മലമ്പുഴയിൽ ഒരു MLA ഉണ്ടാവും. എന്താ ഇത്ര ഒരു ആത്മവിശ്വാസത്തിന് കാരണം? അല്ല, ഞാൻ ഫീൽഡിൽ ഇറങ്ങിയ സമയത്ത് മുതൽ ആളുകളുടെ പ്രതികരണങ്ങളും റിയാക്ഷൻസും പോസിറ്റീവായിട്ടുള്ള ആളുകളുടെ പെരുമാറ്റമൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് അത് വോട്ടായി മാറും. എന്തായാലും ചരിത്രത്തിൽ ആദ്യമായി ഇവിടെ UDFന് ഒരു MLA ഉണ്ടാവും. ഈ VSനോടൊപ്പം നിന്ന ഒരു പരിചയമൊക്കെ ഗുണകരമാകുമോ? VS ശരിയായ രാഷ്ട്രീയത്തിൻ്റെ വക്താവാണ്, മൂല്യാധിഷ്ഠിത രാഷ്ട്രീയത്തിൻ്റെ വക്താവാണ്. അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകൾ ലക്ഷക്കണക്കിന് കേരളത്തിലുണ്ട്. സ്വാഭാവികമായിട്ടും ആ രാഷ്ട്രീയത്തിൽ ഇഷ്ടപ്പെടുന്ന ആളുകളെ എനിക്ക് വോട്ട് ചെയ്യുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വോട്ടുകൾ മാത്രമല്ല, ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള വികാരം കേരളത്തിൽ ആകെ അലയടിക്കും. അത് മലമ്പുഴയിലും പ്രതിഫലിക്കും. മലമ്പുഴയിൽ ഒരു MLA ഉണ്ടാവും. ഇടതുപക്ഷ വോട്ടുകൾ കൂടി സമാഹരിക്കാൻ കഴിയും. എല്ലാ വോട്ടുകളും ജനങ്ങൾ ചെയ്യുന്ന വോട്ടുകളല്ല, ശരിയായ രാഷ്ട്രീയത്തിന് വേണ്ടിയുള്ള വോട്ടുകളാണ്. ആ വോട്ടുകളൊക്കെ എനിക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത്തവണ ഉറപ്പായിട്ടും മലമ്പുഴ UDF കൈപിടിക്കും. പാലക്കാട് ജില്ലയിൽ രണ്ടോളം സ്ഥാനാർത്ഥികളാണ് ഇപ്പോൾ UDF CPMൽ നിന്ന് വന്നിരിക്കുന്ന ആളുകൾക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ CPMൻ്റെ വോട്ടിനകത്തൊരു ചോർച്ച സംഭവിക്കാൻ പോകുന്നു എന്നാണോ? CPM ഇടതുപക്ഷമല്ലാതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥ ഇടതുപക്ഷം, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികളൊക്കെ അതിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അങ്ങ് വടക്ക് കുഞ്ഞികൃഷ്ണൻ സഹായാലും G സുധാകരൻ സഹായാലും കൊട്ടാരക്കരയിലെ ഐഷ പോറ്റി ആയാലും എല്ലാവിടെയും ആ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്ന അവസരമാണിത്. അതുകൊണ്ട് തന്നെ ഈ ഇടതുപക്ഷം എന്തായാലും യഥാർത്ഥ ഇടതുപക്ഷമല്ലാതെ മാറിക്കൊണ്ടിരുന്ന സാഹചര്യത്തിൽ UDFന് വൻ വിജയം ഉണ്ടാവും കേരളത്തിൽ.